നീമാൻ പറഞ്ഞില്ലേ പശുവിനെ പിടിച്ച് വലിക്കുമ്പോ പശു കയറ് വലിച്ചുകൊണ്ട് പോകും പോലെ നിങ്ങളുടെ മനസ്സൊക്കെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കും. അത് അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിനെയല്ല അതിനപ്പുറത്തുള്ളതിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലേ? അല്ലേ? അതിനപ്പുറത്തുള്ളതിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് ഇത്രയും ആളുകൾ, കുറച്ചു പേരല്ല. നിങ്ങള് കുറെ ദിവസമായി ഇത് ഫോളോ ചെയ്യുന്നു അല്ലെ? അത്യാവശ്യം ധൈര്യമൊക്കെ ആയിട്ടില്ലേ? സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവരുടെ കാര്യം ഞാൻ ചോദിച്ചത്. ധൈര്യം ആയോ ഇല്ലയോ? ആ, ധൈര്യമായി. യെസ്. ഇനി ഇവിടെ നിന്നും വേറൊരു ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. 45 ദിവസം പൂർത്തിയായവരുണ്ട്. ഇന്ന് വന്നവരുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ. ഇന്നലെ ഞാൻ ഒരു സമയത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. സമയം. എല്ലാ പ്രപഞ്ചത്തിനും മൊത്തം ഒരു സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ച് ചലിക്കാത്തത് മനുഷ്യൻ മാത്രമാണ്. അല്ലെ? എല്ലാരും പറയും എല്ലാത്തിന്റെയും ഉത്തരം ഈ പ്രപഞ്ചത്തിലുണ്ട്. എല്ലാത്തിനും ഉത്തരം ഈ പ്രപഞ്ചത്തിലുണ്ട്. എല്ലാത്തിനും മരുന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയും. അല്ലെ? എല്ലാ അസുഖങ്ങൾക്കും ഉള്ള മരുന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെയാണ് ഈ മനസ്സിന്റെ വിഷമങ്ങൾക്കും കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും ഉള്ള മരുന്ന് എവിടെ തന്നെയുണ്ട്? പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. സൂര്യ, നീ ഇത്രേ കത്തണം അല്ലെങ്കിൽ ഇത്രേ കത്താവുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? സൂര്യന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. സൂര്യന് അതിന്റെ സ്ഥാനം അറിയാം, അതിന്റെ കഴിവിനെ കുറിച്ച് അറിയാം. ഭൂമി, ഭൂമിക്ക് ഭൂമിക്ക് അതിന്റെ സ്ഥാനം അറിയാം, അതിന്റെ എല്ലാ കഴിവുകളെയും കുറിച്ച് അറിയാം. എല്ലാ കഴിവുകളെയും കുറിച്ച് അറിയാം. അല്ലെ? ചന്ദ്രനും സ്ഥാനം അറിയാം. ചന്ദ്രൻ എപ്പോ വരണം, എപ്പോ പോണം, എല്ലാം ചന്ദ്രൻ അറിയാം. അല്ലെ? സമുദ്രങ്ങൾക്ക് സമുദ്രങ്ങളുടെ ശക്തി അറിയാം, സ്ഥാനം അറിയാം. പുഴകൾക്ക് പുഴകളുടെ ശക്തി അറിയാം, സ്ഥാനം അറിയാം. മരങ്ങൾക്കറിയാം. എന്തിന്? ആട്, മാട്, പോത്ത്, കഴുത എല്ലാത്തിനും അറിയാം. ആന, കഴുത, പുലി എല്ലൊക്കെ അറിയാം. ആകെ കഴിവില് സംശയമുള്ളത് ആർക്കാണ്? ആ, ആകെ കഴിവില് സംശയമുള്ളത് ഈ പ്രപഞ്ചത്തില് ഏറ്റവും കഴിവുള്ള ജീവിക്കാണ്. അല്ലെ? മറ്റു ജീവികൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. മറ്റു ജീവികൾക്ക് ആശയവിനിമയത്തിനുള്ള കഴിവില്ല. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത രീതിയിലാണ്. ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കഴിവ് ചിന്തിക്കാനും സംസാരിക്കാനും അതോടൊപ്പം അതിശക്തമായ പവറുള്ള ആത്മാവിനെയും നൽകിയ മനുഷ്യന് ആണ് സംശയം. അല്ലെ? നിങ്ങൾക്കാണ് സംശയം. ഇന്നത്തോടുകൂടി അത് എടുത്തു കളഞ്ഞു. ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു നോളജ് നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. ഇത് കോടിക്കണക്കിന് രൂപയൊന്നും കൊടുത്താൽ കിട്ടുന്ന നോളജ് അല്ല. ലക്ഷങ്ങൾ കൊടുത്ത് കിട്ടുന്ന നോളജ് അല്ല. ഇത് ആത്മജ്ഞാനത്തിലൂടെ, ആത്മാവബോധത്തിലൂടെ ഓരോ മനുഷ്യരും ഉണ്ടാക്കിയെടുക്കേണ്ട അറിവാണ്. ഇത് മോട്ടിവേഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തെറാപ്പി സെഷനോ അല്ലെങ്കിൽ എങ്ങനത്തെ ക്ലാസ്സോ ലോ ഓഫ് അട്രാക്ഷൻ ഇതൊന്നും പഠിക്കാൻ പോയാൽ കിട്ടൂല. കിട്ടൂല. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. ജീവിതത്തില് അത് പ്രായോഗികവൽക്കരിക്കും.
പിന്നെ അത് പ്രായോഗികവൽക്കരിക്കണമെങ്കിൽ ആത്മാവിന് ഒരു പവർ ഉണ്ടാവണം. ആ പവറാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ഈ സോൾ അവേക്കനിങ് പ്രോസസ്സിലൂടെ നേടിയെടുക്കുന്നത്. അത് ചിലർ 40 ദിവസം വേണ്ടി വരും, ചിലർക്ക് 41 ദിവസം വേണ്ടി വരും, ചിലർക്ക് 90 ദിവസം വേണ്ടി വരും. നമുക്ക് പറയാൻ പറ്റില്ല. ശാരീരിക ഇച്ഛകളെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഈ പവർ നേടുന്നത്. അത് ചിലർക്ക് പെട്ടെന്ന് നേടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറെ കാലം കാത്തിരിക്കേണ്ടി വരും അവര്. പിന്നെ ഇതിന്റെ അഡ്വാൻസ്ഡ് പ്രോസസ്സുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ നിങ്ങളുടെ പൈസ വാങ്ങാനോ ഒന്നും അല്ല ഈ പ്രോഗ്രാം നടത്തുക എന്നുള്ളത് ഇതിനകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ച് പൈസ വാങ്ങൂല എന്നല്ല പറഞ്ഞു. ഇത് ഒരു പണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ശത്രു എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഇമോഷണൽ ബ്ലോക്കേജുകൾ, എന്തെങ്കിലും സെൽഫ് ഡൗട്ട്, എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾ ഒരിക്കലും ശത്രുവിനെ നോക്കരുത്. അവരങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അവൻ എന്നെ താഴ്ത്തണോണ്ടാണ്, അവൻ എനിക്ക് പൈസ തരാത്തോണ്ടാണ്, എനിക്ക് നല്ല ജോലി കിട്ടാത്തോണ്ടാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ നോക്കിയില്ല, എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ശത്രു, അതാണ് ആത്മസംശയം എന്ന് പറയുന്നത്. സോളിനെ സംശയിക്കും. സോളിനെ സോളിനെ സംശയിക്കുന്ന ആ ശത്രു എപ്പോഴും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ മതിയാവൂല, നിങ്ങൾ അത്ര വലിയ പുള്ളിയല്ല, നിങ്ങൾ പരാജയപ്പെടും. മറ്റുള്ളവർക്കൊക്കെ കഴിയും. ഇവർക്കൊക്കെ കഴിയും. യൂസഫ് അലിക്കും അംബാനിക്കും അദാനിക്കും ഒക്കെ കഴിയും. അതിനോടൊന്നും താരതമ്യം ചെയ്യാൻ പോലെ നിങ്ങള് ഈ കുഴപ്പക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്, മറ്റുള്ളവർക്ക് കഴിയും പക്ഷെ നിങ്ങൾക്ക് കഴിയൂല. ഈ ഓരോ മന്ത്രണത്തിലും ഓരോ മന്ത്രിക്കലിലും നിങ്ങളുടെ ആത്മാവിന്റെ ചിറകുകൾ ദുർബലമായിക്കൊണ്ടിരിക്കും. എനിക്ക് പറക്കാൻ പറ്റൂല, എനിക്ക് പറക്കാൻ പറ്റൂല. എന്നാൽ ഇന്ന് മുതൽ നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. സൂക്ഷ്മമായി. കാരണം ഞാൻ എപ്പോഴും അറിഞ്ഞിട്ടുണ്ട്, ആത്മാവ് ഒരിക്കലും തകരുന്നില്ല, അത് മറക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് അതിന്റെ കഴിവുകളെ മറക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഉണർത്തുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി, എന്റെ കർത്തവ്യം. നിങ്ങൾക്കത് ഉണർത്തിത്തരിക. എന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് അതിനെ ഉണർത്തിത്തരിക. നിങ്ങളുടെ കഴിവ് നിങ്ങൾ മറന്നതിനെ, നിങ്ങളുടെ ഈ സ്വയം സംശയം എന്ന് പറയുന്നുണ്ടല്ലോ, ആത്മസംശയം, അതൊരു ബലഹീനതയല്ല. ഒരിക്കലും നിങ്ങളുടെ കഴിവുകേടല്ല അത്. അതിന് ലോകത്ത് പണ്ട് പലരും പല പേരും വിളിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് കോർ ബിലീവ്സ്, ഇല്ലെങ്കിൽ പിശാജ്, സാത്താൻ, ഇബ്ലീസ്, ഭൂതം, എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കും. പേരിലല്ല കാര്യം, എന്താണ് എന്നുള്ളതിലാണ്. നിങ്ങളുടെ അതിശക്തമായ പവറിന്റെ, അതിശക്തമായ നിങ്ങൾക്കുള്ള കഴിവിന്റെ മുകളിലുള്ള ഒരു മറ, ഒരു മൂടൽ, അതിനെയാണ് ഇന്ന് നമ്മൾ എടുത്തു കളയുന്നത്. ചിലർക്ക് ഒരു പ്രഭാഷണത്തിലൂടെ അത് എടുത്തു കളയാൻ പറ്റും. ഇന്ന് തന്നെ അവർക്കൊരു വെളിപാടുണ്ടാവും. ആ വെളിപാട് ഉണ്ടാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സോൾ അവേക്കനിങ് പ്രോസസ്. അതിലൂടെ വെളിപാടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നത്? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മളുടെ ആത്മാവിൽ ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നത്? നമുക്ക് ഇത്രയും കഴിവുണ്ടായിരിക്കെ തന്നെ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സ്, ശരീരം, ആത്മാവ്, 3 ഘടകങ്ങളാണ് മനുഷ്യൻ.
മനസ്സിനേറ്റ ഉണങ്ങാത്ത മുറിവിൽ നിന്നാണ് ഈ സംശയം ഉണ്ടായി വരുന്നത്. നിങ്ങളുടെ ആത്മാവിനേക്കാൾ നിങ്ങളുടെ ആത്മാവിനേക്കാൾ ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്ന അല്ലെങ്കിൽ അലമുറയിടുന്ന ഭൂതകാല ശബ്ദങ്ങൾ നിങ്ങളുടെ മനസ്സിൽ. മോനെ അത് ചെയ്യരുത്, അത് ചെയ്താൽ നീ തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്ന ഒരു അമ്മയാവാം. അമ്മ മനഃപൂർവ്വം ചെയ്തതല്ല. ഇവനൊന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ അച്ഛനാവാം. മറ്റു പിള്ളേരെയൊക്കെ നോക്കിയേ ഇവനെ കൊണ്ട് ഒന്നിനും പറ്റൂല, നിനക്കൊന്നും ഒരു കഴിവില്ല എന്ന് എപ്പോഴെങ്കിലും ഒരൊറ്റ വാചകം പറഞ്ഞ ഒരു അധ്യാപകനോ അധ്യാപികയോ, ഒറ്റ വാചകം, ഒറ്റ വാചകം, ഒറ്റ വാചകം. പഠിക്കാൻ പോയി ഇരുന്ന അന്ന് മുതൽ ഒരു 10ാം ക്ലാസ് എത്തുന്നതിനുള്ളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വെച്ച് ഏതെങ്കിലും ഒരു അധ്യാപകൻ പറഞ്ഞൊരു സൂചനയാവാം. ഒരു സൂചന, ഒറ്റ ഒറ്റ വാക്ക്, നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, ഒറ്റ വാക്ക്. ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും പരാജയമാകാം. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതിന് പകരം നമ്മൾ അതിനെ തെളിവായിട്ട് എടുക്കും. നമ്മുടെ ജീവിതത്തില് ഏതെങ്കിലും ഒരെണ്ണത്തിൽ പരാജയപ്പെട്ടു. ആ പരാജയത്തിൽ നിന്നും പാഠം പാഠം ഉൾക്കൊള്ളേണ്ടതിന് പകരം എന്ത് ചെയ്യും? അതിനെ തെളിവായിട്ട് എടുക്കും നമ്മുടെ മനസ്സ്. അതിൽ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഇനി എല്ലാത്തിലും പരാജയം. അങ്ങനെ ആത്മാവിനേക്കാൾ ശക്തിയിൽ ഒരാൾ വിശ്വസിക്കാൻ തുടങ്ങും. ഞാൻ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളവനല്ല, എന്നെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ എന്തെങ്കിലും അങ്ങനെ അനുവാദം വാങ്ങിയിട്ടാണോ ചെയ്യണത്? സൂര്യൻ പ്രകാശിക്കുന്നത് ആരോടെങ്കിലും പെർമിഷൻ മേടിച്ചിട്ടാണോ? അതിന് കൊടുത്തിരിക്കുന്ന കഴിവ് അത് പ്രകടിപ്പിക്കുകയാണ്. യോഗ്യനാണോ, ഞാൻ യോഗ്യനാണോ എന്ന് മനസ്സിൽ ചോദിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യണത്? പുഴകളൊക്കെ ഒഴുകണത് ഞാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചിട്ടാണോ? അതൊന്നും അല്ല. ഭൂമി കറങ്ങണത് ഞാൻ യോഗ്യനാണോ എന്ന് വെച്ചിട്ടാണോ? കാരണം അവക്കെല്ലാം അറിയാം. ദൈവീക രൂപകൽപ്പനയിൽ ഡിവൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിൽ അവയുടെ സ്ഥാനം എന്താണ്, അവരുടെ കഴിവ് എന്താണ് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. നിങ്ങളും അതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഭൂമിയിൽ മനുഷ്യന്റെ സ്ഥാനം? എന്താണ് അതിന്റെ കഴിവ്? എന്റെ കണ്ണിൽ ഒരു ആത്മവിശ്വാസം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫേസ് ചെയ്യാൻ, നിങ്ങളോട് ഇത് സംസാരിക്കാൻ, ഈ ആത്മജ്ഞാനത്തെക്കുറിച്ച്, ആത്മാവബോധത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്റെ കണ്ണുകളിൽ നിങ്ങൾ ഒരു ആത്മവിശ്വാസം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്, ലോകം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താണ്? ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹംഭാവം. ഇല്ലെങ്കിൽ വലിയ ഉറക്കെ വിളിച്ചു പറയുന്നത്, ഒരു സ്റ്റേജിൽ കയറിയെന്നോ അല്ലെങ്കിൽ ഒരു കുറച്ച് ആള് കൂടുന്നിടത്തോ പതിയെ ഉറക്കെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകടിപ്പിക്കുന്നത്, വലിയ പുള്ളിയായിട്ട് നടക്കുന്നത്, കുറെ വലിയ വലിയ ഒരു ഡ്രസ്സും ഇതൊക്കെ ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റീഷ്യൻ. ഇതൊക്കെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നുമല്ല ആത്മവിശ്വാസം. ഒന്നുമല്ല ആത്മവിശ്വാസം. യഥാർത്ഥ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ട്രൂ കോൺഫിഡൻസ് അലൈൻമെന്റ് ആണ്. അതായത് നിങ്ങളുടെ കോൺഫിഡൻസിന്റെ കൃത്യമായ ക്രമീകരണം. കൃത്യമായ ക്രമീകരണം. അത് മനസ്സിലോ അല്ല വിശ്വസിക്കുന്നത്, ആത്മാവിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഉള്ളിലുള്ള മഹത്തായ സത്വത്തിന് പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. പൂർണ്ണമായും സമർപ്പണം. അതാണ് ഞാൻ ഭൂമി പറഞ്ഞു, നിങ്ങൾ ചിറകുകളോടെയാണ് ജനിച്ചത്, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എഴയാൻ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ ചിറകുകളോടെയാണ് ജനിച്ചത്, ചിറകുകളോടെ. പക്ഷെ നിങ്ങളുടെ ഈഗോ ഉണ്ടല്ലോ, ഈഗോ,
അതിനാണ് ഈഗോയെ സറണ്ടർ ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈഗോ നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിന് ഉറപ്പ് വേണമെന്ന് മനസ്സിൽ തോന്നുവാണ്. ഉറപ്പ് വേണം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? നിങ്ങളുടെ ഈഗോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അഹം എന്ന ഭാവത്തിന്, നിങ്ങളുടെ ആ അഹത്തിന് തോന്നുവാണ്, ഞാൻ അത് ചെയ്യണതിന് മുമ്പ് എനിക്ക് ഉറപ്പ് വേണം ഞാൻ വിജയിക്കുവോ. ഞാൻ പാട്ട് പാടുന്നതിന് മുമ്പ് എനിക്ക് ഉറപ്പ് വേണം ഞാൻ വിജയിക്കുവോ. ഞാൻ കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഉറപ്പ് വേണം ഞാൻ വിജയിക്കുവോ. ആരാ ഈ ഉറപ്പ് ചോദിക്കണത്? നിങ്ങളുടെ അഹം. നിങ്ങളുടെ അഹമാണ് ചോദിക്കുന്നത്. അഹം, ഈഗോ. നിങ്ങളുടെ ആത്മാവാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മാവാണ് മുന്നോട്ട് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പ് ചോദിക്കൂല. എനിക്ക് എണീറ്റ് നിൽക്കാൻ എനിക്ക് പവർ വേണോ എന്ന് ചോദിക്കൂല. എനിക്കത് കിട്ടാൻ ശക്തി വേണോ എന്ന് ചോദിക്കൂല. എനിക്ക് നല്ല ശക്തി വേണോ എന്ന് ചോദിക്കൂല. ആത്മാവ് ചോദിക്കൂല. വഴി കാണിക്കുന്നതിന് മുമ്പ് ഉറപ്പോടുകൂടി നടക്കും. വഴി എനിക്ക് കാണാൻ പറ്റും എന്ന് ആത്മാവിനറിയാം. ഞാൻ എപ്പോഴും പറയാറില്ല, ആത്മാവിന് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അറിയാം. നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിങ്ങളുടെ ആത്മാവിന് എന്നെ അറിയാം, നിങ്ങൾക്കാണ് അറിയാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? ഒരു വഴി തെളിഞ്ഞ് കാണണമെന്നില്ല ആത്മാവിന് നടക്കാൻ. ആ വഴി എനിക്ക് കാണിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസം. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ, എന്ത് കാര്യം ജീവിതത്തിൽ ഇനി നിങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ, എന്ത് കാര്യവും നിങ്ങളുടെ നിങ്ങളുടെ അഹം ചോദിച്ചുകൊണ്ടിരിക്കും, അത് വിജയിക്കൂ എന്നുള്ള ഉറപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. ഉറപ്പ്. എന്നാൽ ആത്മാവ് ശാക്തീകരിച്ചാൽ, ഞാൻ ഇറങ്ങിയാൽ അത് വിജയിക്കും എന്ന ഉറപ്പ്. ഞാൻ ഇറങ്ങിയാൽ വിജയം പുറകെ കൊണ്ടുവരുന്നത് ഞാനല്ല. ഞാനല്ല കൊണ്ടുവരുന്ന വിജയം. വിജയം കൊണ്ടുവരുന്നത് ഞാനുമായി കണക്ട് ചെയ്തിരിക്കുന്നിടത്തുനിന്നാണ്. എന്റെ കൂടെ എപ്പോഴും ഒരാളുണ്ട്. എന്നെ സഹായിക്കാൻ ഒരാളുണ്ട്. ഞാൻ നടന്നാൽ മാത്രം മതി. എന്നെ ഭൂമിയിൽ നിവർത്തി നിർത്തുന്നവൻ, എന്റെ വിരലിനെ ഉയർത്തുന്നവൻ എപ്പോഴും നിങ്ങളോട് കൂടെ. എന്നെ സംസാരിപ്പിക്കുന്നവൻ, അതിലും വലിയ പവർ എന്നാ നിങ്ങൾക്കുള്ള? അതിലും വലിയ എന്ത് പവറാണ് നിങ്ങൾക്കുള്ളത്? ആരെങ്കിലും തരുന്ന ഉറപ്പാണോ നിങ്ങൾക്ക് വേണ്ടത്? ആരെങ്കിലും തരുന്ന, നിങ്ങളെ കുറിച്ച് സംശയിക്കുന്നതാണോ നിങ്ങൾക്ക് ആവശ്യം? ആരെങ്കിലും ഉള്ളിൽ എനിക്ക് കഴിയില്ല എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എന്നുള്ള തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി മുതൽ ഈ സോൾ അവേക്കനിങ് പ്രോസസ് നമ്മൾ ചെയ്യൂലോ, ആ പ്രോസസ് അതൊരു ഉപാസനയാണ്. ആ പ്രോസസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്വയം സംശയത്തെ നിങ്ങൾ ഉപേക്ഷിക്കും. നിശബ്ദമായ കീഴടങ്ങളിൽ അതിനെയും നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങൾ യുദ്ധം ചെയ്യരുത് നിങ്ങളുടെ സംശയത്തിനെതിരെ. ഞാൻ എപ്പോഴും പറയും, ഒന്നിനെതിരെ നിങ്ങൾ പടവെട്ടരുത്. ചിന്തകൾക്കെതിരെ നിങ്ങൾ പടവെട്ടിയാൽ ചിന്തകൾ 1000 ഇരട്ടിയായി തിരിച്ചുള്ളിട്ട്. അതുപോലെ തന്നെയാണ് സെൽഫ് സംശയം, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, സെൽഫ് ഡൗട്ട്. സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സെൽഫ് ഡൗട്ട്. അതിനോട് യുദ്ധം ചെയ്യരുത്. ഒരിക്കലും യുദ്ധം ചെയ്യരുത്. നിങ്ങൾ യുദ്ധം ചെയ്താൽ, നിങ്ങൾ പിശാചിനോട് യുദ്ധം ചെയ്താൽ, നിങ്ങൾ പിശാചിന്റെ ഭാഗമാണ് എന്നാണ് അർത്ഥം. നിങ്ങൾ ഇപ്പോഴും അത് വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം. ആ
നിങ്ങൾ ഇപ്പോഴും പിശാചിനെ വിശ്വസിക്കുന്നു. അവൻ പറയുകയാണ് നിനക്ക് കഴിവില്ല, നീ അത് ചെയ്യണ്ട. അതിനോട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. പകരം അതിനെ വ്യാജമായ ഒരു സത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വ്യാജമായ സത്വം, എന്റെ സത്വം ഇതല്ല. നിശബ്ദമായി ഉള്ളിൽ പറയുക, ആ ശബ്ദം എന്റേതല്ല, ഈ ഭയം എന്റേതല്ല. ഞാൻ അതിനെ ആ വേസ്റ്റിലിട്ട് തന്നെ തിരിച്ചുവിടുന്നു. ഒരു കുട്ടി ഒരു കുട്ടി കളിക്കാൻ തന്ന ഒരു കളിപ്പാട്ടം പൊട്ടിപ്പോയി. പൊട്ടിപ്പോയി ആ കുട്ടി എന്ത് ചെയ്യും എടുത്തിട്ട്? ആദ്യമേ അമ്മയുടെ അച്ഛന്റെ കയ്യിലിട്ട് തിരിച്ചു കൊടുക്കും അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനെ സമർപ്പിക്കുക. നിങ്ങളുടെ തകർന്ന കളിപ്പാട്ടം, നിങ്ങളുടെ പൊട്ടിപ്പോയ കളിപ്പാട്ടം, നിങ്ങളെ പിശാച് പൊട്ടിച്ച കളിപ്പാട്ടം നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് തിരിച്ചു നൽകും. എനിക്ക് കഴിയുന്നില്ലേ? അതിന് ഞാൻ ഉണ്ട്. എടുത്തു കൊടുക്കുക, നിങ്ങൾ എടുത്തു കൊടുക്കുക. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ പാപഭാരം ഞാൻ ഏറ്റെടുക്കും. നിങ്ങൾ വിട്ടുകളാതെ. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിലോ വലുതായപ്പോഴോ നിങ്ങളെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് സമർപ്പിക്കുക. അത് കളാ. ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുവാണെങ്കിൽ ഇത് അതിനെ എടുത്ത് പുറത്തേട്ടൊന്ന് കൊടുക്ക്. അതിനെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം എടുത്തിട്ട് ഞാൻ എനിക്കെന്ത് ചെയ്യണമെന്ന് എനിക്ക് പരിഹരിക്കാൻ ഇത് അറിയില്ല. അതിനാൽ ഞാൻ ഇതിനെ എടുത്ത് സ്വയം എടുത്ത് ഞാൻ ദാ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ സമർപ്പിക്കുക. അതാണ് സമർപ്പണം. അതാണ് സറണ്ടർ. കീഴടങ്ങുക എന്നല്ല, ഇതിനെ വിടുക എന്നുള്ളതാണ്. ഇതിനെ വിടുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓരോ ശ്വാസവും കയറുന്ന നിങ്ങൾ ഫീൽ ചെയ്യുക, ഫീൽ ചെയ്യുക. അങ്ങനെ സംശയത്തെ നിങ്ങൾ വെളിച്ചം കൊണ്ട് മാറ്റി സ്ഥാപിക്കുക. വിശ്വാസം കൊണ്ട് മാറ്റി സ്ഥാപിക്കുക. വിശ്വാസം കൊണ്ട് പതിയെ 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 നിങ്ങളില് മനോഹരമായ ഒരു മാറ്റം സംഭവിക്കും. മനോഹരമായ ഒരു മാറ്റം. നിങ്ങളുടെ ഇന്നർ വോയിസ്, നിങ്ങളുടെ ആന്തരിക ശബ്ദം മാറും, മാറും. ഞാൻ അത് ചെയ്താൽ ഞാൻ പരാജയപ്പെട്ട എന്ത് ചെയ്യും? ആളുടെ മുന്നിൽ സംസാരിച്ച ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ എങ്ങനെ തോന്നും? അതൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടും അത് പറയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് തോന്നും? ഞാൻ പറയും ഇതിനകത്ത് ഒത്തിരി പേര്, നൂറുകണക്കിന് ആൾക്കാർ ഇരിക്കണല്ലേ. ഞാന് സംസാരിച്ച എന്ത് വിചാരിക്കും അവർക്കൊക്കെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അവര് മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല സംസാരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല സംസാരിക്കുന്നത്. അതിരുകളില്ലാത്തവൻ എന്റെ കൂടെയുണ്ട്. അതിരുകളില്ലാത്തവൻ. അതിരുകളില്ലാത്തവൻ. ഒരതിരുമില്ല. ബിയോണ്ട് ദ ലിമിറ്റ്സ്. ലിമിറ്റേഷൻ ഇല്ല. നോ ലിമിറ്റ്സ്. ഇത് അഹങ്കാരമൊന്നുമല്ല. അത് ദൈവികമായ വിനയമാണിത്. ഡിവൈൻ, ദൈവികമായ ഇത് അഹങ്കാരമായിട്ടൊന്നും ആരും എടുക്കണ്ട. നോ ലിമിറ്റ്സ്, നോ റൂൾസ്. തോന്നുന്നിടത്ത് എവിടെ എത്തും. ആ, തോന്നുന്നിടത്ത് എവിടെ എത്തും. ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും, ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഉറപ്പിന്നല്ല വരുന്നത്. ഉറപ്പിൽ നിന്നല്ല. അത് സമർപ്പണത്തിൽ നിന്നാണ് വരുന്നത്. സമർപ്പണത്തിൽ.
ഇവിടെ പൂർണ്ണനാകാനല്ല ആരും വരുന്നത്. പൂർണ്ണനാകാനല്ല. എല്ലാം പൂർണ്ണമായിട്ട് എല്ലാം ഞാൻ ശരിയായിട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു മനുഷ്യനും ഇവിടെ വരുന്നില്ല. ആരും പൂർണ്ണനല്ല. ആരും. ഉം. ആരും പൂർണ്ണനല്ല. ഇവിടെ സന്നിഹിതനാവാൻ, ഇവിടെ പ്രസന്റ് ആവാൻ, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് അവൻ വന്നിരിക്കുന്നത്. ഇവിടെ ആരിലും മതിപ്പുണ്ടാക്കാനല്ല ഞാൻ വന്നത്. ആരിലും എനിക്ക് ഒരാളുടെ മതിപ്പ് വേണ്ട. ഫസ്റ്റ് തന്നെ എഴുതി കാണിക്കാണ് നമ്മളെ. ഞാൻ നിങ്ങളെ ആരുടെയും മതിപ്പ് കിട്ടാൻ വേണ്ടി വന്നവനൊന്നുമല്ല. നിങ്ങളുമല്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ഉള്ളിലെ ഡിവൈനിറ്റി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഡിവൈനിറ്റി ഓരോ മനുഷ്യരുടെയും ഉള്ളിലുണ്ട് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഒപ്പം നിങ്ങൾ സഞ്ചരിക്കുക. അതിന്റെ ഒപ്പം നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നേരെ ഓരോ തവണയും നിങ്ങളുടെ സംശയങ്ങൾ തിരിച്ചു വരുമ്പോൾ വാദിക്കരുത്. വാദിക്കരുത്, അതിനോട് തർക്കിക്കരുത്. പുഞ്ചിരിച്ചുകൊണ്ട് പറയുക. പുഞ്ചിരിച്ചുകൊണ്ട്, ഡോ ഓടാ സംശയമേ, ഞാനിതെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഞാനിതെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈ ഭാരം എന്റേതല്ല. ഇന്നലെ മിഥുൻ പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞു പോയി. എന്താന്ന് കണ്ടെത്തിയപ്പോൾ ഇനി ആ ഭാരം കൂടി അങ്ങോട്ട് എന്റേതല്ല എന്ന് വിട്ടാലോ? ആ ഭാരം എന്റേതല്ല. നിങ്ങളുടെ കീഴടങ്ങൾ നിങ്ങളുടെ സൂപ്പർ പവറായി മാറട്ടെ. നിങ്ങളുടെ സറണ്ടർ, നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ സൂപ്പർ പവർ, നിങ്ങളുടെ ആത്മാവ് മറ്റുള്ളവർ കാണാൻ കാത്തു നിൽക്കുന്ന വിളക്കുമാടമായി മാറട്ടെ. അങ്ങനെയാണ് പ്രകാശിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ എന്റെ മുന്നിൽ വന്നത്. നമ്മളൊരു പരസ്യം ചെയ്തിട്ടില്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യുന്നതാണ് ഈ പറഞ്ഞത്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ഈ ഇതിനെ നടക്കുന്ന ആളുകൾ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിനകത്തും അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പ്രകാശം കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നത്. പ്രകാശം കാണാൻ. നിങ്ങളും അത്തരം ഒരു പ്രകാശമാണ്. നിങ്ങളും അത്തരം ഒരു പ്രകാശമാണ്. മറ്റുള്ളവർ കാണാൻ കാത്തു നിൽക്കുന്ന വിളക്കുമാടം. യെസ്. ഇത്രയും പ്രതിസന്ധിയിലും ഇത്രയും ആളുകൾ ഇത് കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങളും മനസ്സിലാക്കുക നിങ്ങളുടെ ശക്തി. ഒരു മരുഭൂമിയുടെ അരികിൽ ഒരു ചെറിയ പട്ടണത്തിൽ നൗറ എന്ന് പറയുന്ന ഒരു യുവതി ജീവിച്ചിരുന്നു. ഒരു യുവതി. അവള് പരവതാനികൾ നെയ്യുന്നവളായിരുന്നു. പരവതാനികൾ. പരവതാനി ഉണ്ടാക്കുന്ന പണിയായിരുന്നു. പരവതാനി. കഥകൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ ചില കഥകൾക്ക് കഴിയും. നല്ല കഴിവുണ്ട് അവക്ക് പരവതാനികൾ ഉണ്ടാക്കാൻ. ഓരോ ദിവസവും ഈ പരവതാനികൾ അവൾ വ്യത്യസ്തമായ ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് സ്വയം ഒരു പേടിയും മടിയും ഒക്കെ നിറഞ്ഞവളായിരുന്നു. അവളുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും അവളുടെ ഹൃദയം എപ്പോഴും ആടി ഉലഞ്ഞിരുന്നു. അവളുടെ ഉള്ളിൽ മന്ത്രിച്ചിരുന്നു, നീ ഒരു പ്രത്യേകതയുള്ളവളല്ല. നീ സൃഷ്ടിക്കുന്നതിലൊന്നും അത്ര ഭംഗിയില്ല. ഇതിന് തെളിച്ചം പോരാ. ഇത് പുറത്താരും അറിഞ്ഞിരുന്നില്ല. അവളുടെ ഉള്ളിൽ മാത്രം. അവളുടെ കുടുംബത്തിൽ പോലും ഇത് അറിയാൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അവള് ദയുള്ളവരും കഠിനാധ്വാനിയും ഭയങ്കര പണിയെടുക്കുന്നവളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ സംശയത്തിന്റെ കൊടുങ്കാറ്റായിരുന്നു. പലപ്പോഴും ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിലക്ക് അവൾ ആഗ്രഹിക്കുന്ന വിലക്ക് പോലും വിൽക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നഷ്ടത്തിന് തന്നെ കൊടുക്കേണ്ടി വരുന്നു. ആരോടും തന്റെ അധ്വാനത്തിന് വിലയിടാൻ അവർക്ക് പറ്റുന്നില്ല. ആര് വന്ന് എനിക്കൊരു പുതിയ പരവതാനി ഇത്തരത്തിലുള്ളത് ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ഇങ്ങനെ സംശയം വന്നുകൊണ്ടിരിക്കും. എനിക്കത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ മനസ്സിൽ കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരുന്ന നൗറ ഒരു ദിവസം ഈ ഗ്രാമത്തിൽ, സ്വന്തം ഗ്രാമത്തിന് അപ്പുറത്തേട്ട് അന്വേഷിച്ചു പോയി. എവിടെയാണ് എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടുക? എന്റെ മനസ്സിനൊന്ന് സമാധാനം. മനസ്സിൽ എന്തോ ഒരു കല്ല് കയറ്റി വെച്ചോണ്ടാ. അവളൊരു ഗുഹയ്ക്കരികിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, നിശബ്ദനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീയെ കണ്ടു. ആ നിശബ്ദത തളം കെട്ടിക്കിടക്കുന്ന
എന്തോ ഒരു അത്ഭുത ശക്തി തോന്നിക്കുന്ന ഒരു സ്ത്രീ. ശാന്തതയോടുകൂടി ഇരിക്കുന്ന സ്ത്രീ. അവൾ നൗറയോട് ഇരിക്കാൻ പറഞ്ഞു അവിടെ അടുത്ത്. എന്തിനാണ് ഇരിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കാതെ നൗറ അവിടെ തന്നെ ഇരുന്നു. ഒന്നും പറഞ്ഞില്ല. 41 ദിവസം അങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു നൗറ. വന്ന് കുറച്ചു നേരം ഇരിക്കും. ഒന്നും പറയണ്ട, നീ നിശബ്ദനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നൗറ നിശബ്ദയായിട്ട് അവിടെ ഇരിക്കും. ഒടുവിൽ ഒരു ദിവസം ആ സ്ത്രീ വൃദ്ധ, ആ മിസ്റ്റിക് ആയിട്ടുള്ള വൃദ്ധ നൗറയോട് പറഞ്ഞു, നിങ്ങളുടേതല്ലാത്ത ഒരു ശബ്ദത്തിന്റെ ഭാരം എന്തിനാണ് നീ ഇങ്ങനെ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നത്? നൗറ അത്ഭുതപ്പെട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ മുമ്പിൽ കൂട്ടിവച്ചിരിക്കുന്ന ഒരു തീ കായാൻ വച്ചിരുന്ന തീയിലേട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീ ചോദിച്ചു, ഈ തീ ഞാൻ സ്വയം കത്താൻ യോഗ്യമാണോ എന്ന് ചോദിക്കുന്നില്ല, അത് കത്തുകയാണ്. അതുപോലെ നിങ്ങളുടെ ജ്വാല, നിങ്ങളുടെ പ്രകാശം നിങ്ങൾ മറന്നുപോയിരിക്കുകയാണ്. നിങ്ങൾ മറന്നുപോയിരിക്കുകയാണ്. നൗറ ഒന്നും അറിയാതെ താഴോട്ട് നോക്കി കണ്ണീരിങ്ങനെ വീണുകൊണ്ടിരുന്നു. കണ്ണീർ. ആ വൃദ്ധയോട് പറഞ്ഞു, എനിക്ക് എപ്പോഴും തോന്നുന്നത് എനിക്ക് എന്തോ പറ്റുന്നില്ല, എനിക്ക് കഴിവില്ല, എന്തോ കഴിവില്ല. ഈ ചെറിയ തുണിക്കഷ്ണം എടുത്ത് ആ സ്ത്രീ നൗറയുടെ കയ്യിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വളരെ പവിത്രമായതാണ്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വലിയ ഒരു നെയ്ത്തുകാരൻ്റെതായിരുന്നു. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. അവൾ വർഷങ്ങളായി സ്വയം സംശയിച്ചു കൊണ്ടിരിക്കുന്ന ആ സംശയത്തെ മാറ്റാൻ ആ ഒരു ചെറിയ കഷ്ണം തുണി മതിയായിരുന്നു. ആ വൃദ്ധയെ കണ്ടെത്തുന്നത് വരെയായിരുന്നു ആ സംശയം. ആ തുണി കയ്യിൽ പിടിക്കുമ്പോഴെല്ലാം അവള് പറയും, ഈ ഭയം എന്റേതല്ല, ഈ ആത്മവിശ്വാസക്കുറവ് എന്റേതല്ല, അതെല്ലാം ഞാൻ ആ വേസ്റ്റിലേക്ക് തിരിച്ചുവിടുന്നു. അതെല്ലാം. പിന്നീട് അവൾ നിശബ്ദയായിട്ടിരുന്ന് മന്ത്രിക്കും. വെളിച്ചമാണ് എന്റെ ഉള്ളിൽ, ആത്മവിശ്വാസമാണ് എന്റെ ഉള്ളിൽ. പതിയെ പതിയെ അവൾക്ക് ആ തുണിയുടെ ആവശ്യം പോലും ഇല്ലാതെയായി. അവളുടെ ആത്മാവിന്റെ ശബ്ദം അവളുടെ ഭയത്തിന്റെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിലായി. അവളുടെ മനസ്സിന്റെ സംശയങ്ങളെക്കാൾ ഉച്ചത്തിലായി ആത്മാവിന്റെ ശബ്ദം. പിന്നീട് അവൾ അവക്കടെ നെയ്യുന്ന ആ പരവതാനി നെയ്യുന്നതിന് മുന്നിൽ ഭയത്തോടു കൂടിയും സംശയത്തോടു കൂടിയല്ല ഇരുന്നത്. ഞാൻ ആരാണെന്നുള്ള ഓർമ്മയോടുകൂടി, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ അതിശക്തനായ, ബിയോണ്ട് ദ ലിമിറ്റ്സ്, അതിരുകളില്ലാത്തവൻ എന്റെ കൂടെയുണ്ട്. അവൾ ആ സംശയങ്ങളോട് പോരാടിയില്ല. പിന്നെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഭാരം എന്റേതല്ല, ഈ സംശയം എന്റേതല്ല. ഞാൻ ഇവിടെ പൂർണ്ണത എല്ലാം ശരിയാക്കാനല്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ എന്റെ ഉള്ളിലെ ഡിവൈനിറ്റി, ദിവ്യത്വത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ രീതിയിൽ അവളുടെ കൈകൾ ചലിച്ചപ്പോൾ അവളുടെ നെയ്ത്ത് ശീലങ്ങൾ മാറി. അവൾ ഉണ്ടാക്കുന്ന പരവതാനി പഴയതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ആ പരവതാനിക്ക് ദൂരെ നിന്ന് പോലും ആൾക്കാർ വരാൻ തുടങ്ങി. ദൂരെ നിന്നും. നോർമലി നോക്കിക്കഴിഞ്ഞാൽ അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, കുറ്റമറ്റതായിട്ടല്ല. പക്ഷെ എന്തോ ഒരു പ്രത്യേകത അത് വാങ്ങാൻ വരുന്നവരിൽ, അത് കാണുന്നവരിൽ. അവൾ പൂർണ്ണമായും ആത്മവിശ്വാസത്തോടെ അവൾ അത് ഉണ്ടാക്കിയത് കൊണ്ട് അത് കാണുന്നവരിൽ, നിങ്ങളുടെ ബിസിനസ് കാണുന്നവരിൽ, നിങ്ങളുടെ കച്ചവടം കാണുന്നവരിൽ, നിങ്ങളുടെ ഒരു ഏതെങ്കിലും നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾ പ്രകടിപ്പിച്ചാൽ അത് കാണുന്നവരിൽ അദൃശ്യമായ എന്തോ ഒരു ഫീലിംഗ്, പിന്നീട് അവൾ അവളുടെ സൃഷ്ടിക്ക്, അവളുടെ പരവതാനിക്ക് വിലയിടാൻ അവൾ ഒരിക്കലും ശങ്കിച്ചില്ല. അവൾ പറയുന്ന വിലക്ക് അത് വാങ്ങാൻ ജനങ്ങൾ തയ്യാറായി. അവൾ പറയുന്ന വിലക്ക്. പിന്നീട് നൗറ
വർഷങ്ങളോളം ജീവിച്ചു. അവൾ ഒരു വൃദ്ധയായി. അവൾ പക്ഷേ വൃദ്ധയായപ്പോൾ സംശയത്താൽ ഭാരപ്പെട്ട, സെൽഫ് ഡൗട്ടിനാൽ ഭാരം കൊണ്ടിരുന്ന മറ്റൊരു ആത്മാവിന് അവൾ ഇത് കൈമാറി. ആ കയ്യിലുണ്ടായിരുന്ന ചെറിയത് അങ്ങനെ കൈമാറി. ആ കൈമാറിയപ്പോൾ അവൾ രഹസ്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ തലയിലെ ശബ്ദം, നിങ്ങൾ സംശയിക്കുന്ന ഈ തലയിൽ ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടല്ലോ, അത് നിങ്ങളുടേതല്ല. നിങ്ങളുടെ ഹൃദയത്തിലെ അതിശക്തമായ ആ വെളിച്ചമാണ് നിങ്ങൾ. നിങ്ങളുടെ ആത്മാവിലെ തീയാണ് നിങ്ങൾ. തീ. അതിനാണ് പറഞ്ഞത് ഈ മണ്ണാകുന്ന ശരീരത്തിൽ നിന്നും തീയായി മാറണമെന്ന്. അങ്ങനെ നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ ഒരു വെളിച്ചം നിങ്ങളെ വിളക്കുമാടം എന്ന് വിളിക്കും. നിങ്ങളെ വിളക്കുമാടം എന്ന് സമൂഹം വിളിക്കും. നിങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും സ്വയം. മനസ്സിലായോ? മനസ്സിലായോ? ഇതാണ് സെൽഫ് കോൺഫിഡൻസ്. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടൂല. ഒരു കച്ചവടത്തിലും ഒരു ബിസിനസ്സിലും ഒന്നിലും നിങ്ങൾ പരാജയപ്പെടൂല. നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ വയ്ക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ എന്തോ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് ചില ആളുകൾക്ക് തോന്നും. നിങ്ങൾ ചെറിയ പെട്ടിക്കട നടത്തുന്ന ഒരാളായിക്കൊള്ളട്ടെ, നിങ്ങളൊരു തട്ടുകട നടത്തുന്ന ഒരാളായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തും ഒന്നും വിൽക്കണ്ട, നിങ്ങൾ വീട്ടമ്മ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിനെ എടുത്ത് പുറത്തിട്ടിട്ട് അവിടെ പ്രകാശത്തെ സ്ഥാപിക്കും. ആദ്യം കയറിയവർക്കെല്ലാം വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വൈകി കയറിയവർ പിന്നീട് എപ്പോഴെങ്കിലും യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇത് കാണുക. മാജിക് മൈൻഡ് ടോക്സ്. ഇന്ന് തന്നെ ഒന്നും അപ്ലോഡ് ചെയ്യൂല, കുറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് കാണുക. ഓക്കെ. യെസ്. ഇന്ന് നമ്മുടെ അറ്റൻഡൻസ് ഒക്കെ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് പ്രചരിപ്പിക്കുക. അപ്പൊ നമ്മളെ പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഓക്കെ. ഒരു 2 മിനിറ്റും കൂടി ഒന്നുകൂടി മെസ്സേജ് ഇടുക. ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ കയറിക്കോട്ടെ. നമ്മള് ഇതെല്ലാം പഠിച്ചെങ്കിലും നമ്മളുടെ ആ ഒരു ആത്മാവിന്റെ പവർ, നമ്മളുടെ സോളിന്റെ പവർ ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രോസസ്. എല്ലാ ചിന്തകളും മാറും. ആങ്സൈറ്റി, ഡിപ്രഷൻ, നിങ്ങളുടെ ഓവർ തിങ്കിങ്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായി ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാറും. 41 ദിവസം മുടങ്ങാതെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇനി അതിന് കഴിയാത്തവർ ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും മുടങ്ങാതെ പങ്കെടുക്കുക. അതിനപ്പുറത്ത് കുറച്ചുകൂടി എനിക്ക് പ്രശ്നങ്ങൾ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർ 21 ദിവസം പങ്കെടുക്കുക. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേണം, ഞാൻ കുറച്ചുകൂടി ലെവൽ മാറണം, എന്റെ റേഞ്ച് മാറണം, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ജീവിതത്തിൽ എനിക്ക് നേടണം എന്നുള്ളവർ 41 ദിവസം പങ്കെടുക്കുക. 41 ദിവസം പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടുത്തൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് പൈസ മേടിക്കുന്നവരുണ്ടാവാം, ഇത്തരം ഇത് ചെയ്യുന്നവരുണ്ടാവാം. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. അവരെല്ലാം നല്ലവർ തന്നെയാണ്. എല്ലാവരും സമൂഹത്തിന് നന്മയാണ് ചെയ്യുന്നത്. പൈസ വാങ്ങുമ്പോൾ അവരുടെ ഉപജീവനം കൂടി നടക്കണ്ട, അല്ലെങ്കിൽ അവർക്ക് പല ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ അതിന്റെ കൂടെ നടക്കണമല്ലോ. അതുകൊണ്ട് പൈസ വാങ്ങുന്നവരൊന്നും നമ്മൾ കുറ്റം പറയാൻ നിൽക്കണ്ട. ചിലരൊക്കെ നമ്മുടെ അനിയന്മാരൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പൈസയൊക്കെ വാങ്ങുന്നവർ പൈസ വാങ്ങിയൊക്കെ ചെയ്തോട്ടെ. അതിന്റെ നടത്തിപ്പിനും കാര്യങ്ങൾക്കും അവരുടെ കാര്യങ്ങൾക്കൊക്കെ പൈസ വേണമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആരെയും കുറ്റം പറയാനോ ആരെയും ഇത് ചെയ്യാനോ ഒന്നും നമ്മൾ നിൽക്കണ്ട. ഓക്കെ. നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്യുക. ഓക്കെ. നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാം. നിങ്ങൾ വളരെ നന്നായി ഈ പ്രോസസ്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. കൂടുതൽ മനുഷ്യരിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. ഓക്കെ. കൂടുതൽ ആളുകളിൽ എത്തിക്കുക. ഇതിന്റെ പ്രകാശം പരത്തുക. ഇതൊരു മിഷനാണ്. ഇതൊരു മിഷനാണ്. ഈ മിഷനെ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഓക്കെ. ഓക്കെ. വേണ്ട, അതിനുവേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അതിനുവേണ്ടി ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട.
പ്രോസസ്സ് ചെയ്യുകയാണ്, എല്ലാവരും റെഡിയാകും. അപ്പൊ പരമാവധി ഇതിന്റെ എഫക്റ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് 7 ദിവസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് പങ്കെടുക്കുക. ഞാന് നിങ്ങളോട് കണ്ണുകൾ അടയ്ക്കാൻ പറയുമ്പോൾ ജസ്റ്റ് കണ്ണുകൾ അടയ്ക്കുക. ഇപ്പൊ കണ്ണുകൾ അടയ്ക്കണ്ട. ഓക്കെ? ഞാൻ പറയുമ്പോൾ കണ്ണുകൾ അടയ്ക്കുക. ജസ്റ്റ് റെഡി ആകുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടിയിട്ട്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവരുത്. ഒന്നും കിട്ടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കരുത്. ഈ പ്രോസസ്സിന്റെ ഇടയിൽ നിങ്ങൾ ഒന്നും എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, കീഴടങ്ങുക എന്നുള്ളതല്ല സറണ്ടർ. കീഴടങ്ങുക, സറണ്ടർ, ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോൾ സറണ്ടർ എന്ന് പറയുന്ന ആ സറണ്ടറാണ്. നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ അഹത്തിലുള്ള നമ്മുടെ ഈഗോയെ പോവാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഈഗോ എന്ന് പറയുന്നത് അഹങ്കാരം മാത്രമല്ല. ഈഗോ എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള സംശയമാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള സംശയമാണ്. ഞാനിത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മതത്തിൽ നിന്ന് എന്തെങ്കിലും ഇത് പറ്റുമോ എന്നുള്ള സംശയം. ഇങ്ങനെ പല രീതിയിൽ സംശയങ്ങൾ ഉണ്ടാവും. ഈ ഇത്തരം സംശയങ്ങളെല്ലാം നിങ്ങൾ പുറത്തിട്ട് കളയുക. ഇത് അങ്ങനെയുള്ള ഒരു പ്രോസസ് അല്ല. ഇത് അങ്ങനെയുള്ള ഒരു പ്രോസസ് അല്ല. 100% നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാനുള്ള അവസരം ഞാൻ ഇവിടെ തരാറുണ്ട്. എന്ത് സംശയം നിങ്ങൾക്ക് ചോദിക്കാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എന്ത് സംശയം ചോദിക്കാം. പറ്റണതാണെങ്കിൽ മറുപടി പറയും. ഇല്ലെങ്കിൽ മറുപടി ഇല്ല എന്ന് പറയും. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള അഹങ്കാരം, അസൂയ, കാപട്യം, സംശയം, അങ്ങനെയുള്ള എല്ലാം എടുത്തൊന്ന് പുറത്തേട്ട് വയ്ക്കുക. എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുക. എല്ലാം. വെരി ഗുഡ്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ട്രെയിനേഴ്സിനൊക്കെ എണ്ണം ഇഷ്ടം പോലെ കൂടിയിട്ട്. ഓക്കെ, അതൊക്കെ തന്നെ വന്നോളും. എണ്ണം കൂടുന്നതും എണ്ണം കൂടി വരുന്നതൊക്കെ തന്നെ വന്നോളും കേട്ടോ. നമ്മളിത് പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആളുകൾ വരുന്നതൊക്കെ തന്നെ വന്നോളും. ഇത് ആവശ്യമുള്ള ആത്മാക്കൾ ഇവിടെ തേടിയെത്തും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്നു. നമ്മുടെ ഈ ജീവിതത്തിലുള്ള എല്ലാം, ഈ ശാരീരിക ഇച്ഛകളെല്ലാം, ശാരീരിക ഇച്ഛകൾ എന്ന് പറഞ്ഞാൽ എല്ലാം പെടും അതിനകത്ത്. എല്ലാത്തിനെയും ഈ പ്രപഞ്ചത്തിലേക്ക് വെക്കും. എല്ലാത്തിനെയും ഈ പ്രപഞ്ചത്തിലേക്ക് വെക്കും. ശേഷം ഒന്നും പ്രതീക്ഷിക്കാതെ വളരെ സൈലന്റ് ആയിട്ടിരിക്കും. എന്ത് ചിന്തകൾ വേണമെങ്കിലും വന്നോട്ടെ, എന്ത് ചിന്തകളും വന്നോട്ടെ. ചിന്തകളെ ആട്ടിപ്പായിക്കാനോ, ഞാൻ പറഞ്ഞു അതിനോട് പോരടിക്കാനോ, അതിനോട് യുദ്ധം ചെയ്യാനോ നിങ്ങൾ നിൽക്കണ്ട. ചിന്തകൾ ഈ പ്രോസസ്സിന് ഒരു തടസ്സമല്ല. നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകളും ഉണ്ടാവും എന്ന് പറയൂലേ, ആ ചിന്തകളൊന്നും ഈ പ്രോസസ്സിന് തടസ്സമല്ല. ഓക്കെ, ആ ചിന്തകളൊക്കെ വന്നോട്ടെ. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുമ്പോൾ കണ്ണടച്ചിരുന്നാൽ മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഒന്നും പ്രതീക്ഷിക്കണ്ട. ഒന്നും പ്രാർത്ഥിക്കണ്ട. ഒന്നും സംസാരിക്കണ്ട. ജസ്റ്റ് കണ്ണുകൾ അടച്ചിരുന്നാൽ മാത്രം. ഓക്കെ, ഐ തിങ്ക് ക്ലിയർ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് കണ്ണുകൾ അടച്ച് ഒരു ഏതാനും നിമിഷങ്ങൾ നമ്മൾ ഇരിക്കുകയാണ്.